എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഓഹോ ബീച്ച് കാണാൻ പോയാലോ? ഇത് തൃശ്ശൂർ ജില്ലയിൽ തളിക്കുളം പത്താങ്കല്ല് പടിഞ്ഞാറ് ഭാഗത്തുള്ള ബീച്ചാണ് ഈ ഓഹോ ബീച്ച്. സ്നേഹതീരത്തിൻ്റെ അടുത്തുള്ള ബീച്ചാണിത്. സ്നേഹതീരം ബീച്ചിൻ്റെ അവിടെ ആ റോഡ് തന്നെ വടക്കോട്ട് വരുമ്പോഴാണ് ഈ ഓഹോ ബീച്ച്. ഇത് പണ്ട് തമ്പാങ്കടവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബീച്ചായിരുന്നു. അതാണിപ്പോൾ അധികകാലമായിട്ടില്ല ഓഹോ ബീച്ചാക്കി മാറ്റിയിട്ട്. ഇവിടെ തെങ്ങ് കൊണ്ടാണ് ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ബെഞ്ചൊക്കെ സെറ്റാക്കിയിട്ടുള്ളത്. പിന്നെ മരത്തോണ്ട് തന്നെ ഓരോ രൂപങ്ങളൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇടയിലൊക്കെ ഓരോ തോടുകളുണ്ട്. ആ തോടിൻ്റെ മുകളിൽ കൂടെ ഓരോ പാലം, ചെറിയൊരു പാലമൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. അത് നല്ല ഭംഗിയിലാണ് പണിതിട്ടുള്ളത്. അവിടെ നിന്നിട്ട് ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നൈറ്റ് ആകുമ്പോൾ ഇവിടെ ലൈറ്റൊക്കെ ഓണായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്, ഫുഡ് ഐറ്റംസ്, ജ്യൂസും ടീയും സ്നാക്സും ആയിട്ട്, പിന്നെ സീ ഫുഡുകളൊക്കെ ആയിട്ട് കുറേ കടകളുണ്ട്. ഓരോ സെക്ഷനിലേക്ക് പോകാനും തോടിൻ്റെ മുകളിൽ കൂടെ ചെറിയ പാലം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന് കടലിൽ കുളിക്കണവർക്കൊക്കെ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ ബാത്റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഈ ബീച്ചിലൊരു അറപ്പത്തോടുണ്ട്. ആ അറപ്പത്തോടൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം ആ തോട്ടിലത്തെ വെള്ളമൊക്കെ കടലിൽ വന്നിട്ട് മിക്സ് ആവും. പിന്നെ കടലിലും നല്ല തിരയുള്ള സമയമായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. തിര അടിച്ചിട്ട് സൈഡിലത്തെ ഓരോ ഭാഗമൊക്കെ മണ്ണിങ്ങനെ ഇടിഞ്ഞ് വീഴണൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ ഇരുന്ന് സൺസെറ്റൊക്കെ കണ്ടു. നല്ല മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മഴക്കാലം ആയ കാരണം തന്നെ തിരക്കൊക്കെ ഇപ്പം ഇത്തിരി കുറവാണ്. പിന്നെ സൺഡേ ഒക്കെയാണ് നല്ല തിരക്ക്. അപ്പം നല്ല ബ്ലോക്കായിരിക്കും അവിടെ. വർക്കിംഗ് ഡേയ്സിലാണ് ഞങ്ങൾ പോയത്. അത് കാരണം പിന്നെ അത്രയും അങ്ങോട്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നൈറ്റ് കാണാനാണ് കൂടുതൽ ഭംഗി. പക്ഷെ ഇപ്പം മഴയൊക്കെ പെയ്ത് കുറേ ലൈറ്റൊന്നും കത്തണുണ്ടായിരുന്നില്ല. കടകളുടെ വെളിച്ചം മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ അവിടുത്തെ ഓരോ ആ കുഞ്ഞ് ബ്രിഡ്ജുകളൊക്കെ പണിതിട്ടുള്ള അവിടെയൊക്കെ നല്ല ലൈറ്റ് ഉണ്ടാവും. ഒരു ബ്രിഡ്ജിൻ്റെ മാത്രമാണ് കത്തണുണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊന്നും കത്തണുണ്ടായിരുന്നില്ല. ഈവനിങ് ഒക്കെ ഫാമിലിയായി വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണിത്. ബീച്ചിലൊക്കെ കളിച്ച് ഇവിടുന്ന് വെറൈറ്റി ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്തുകൊണ്ട് ഒക്കെ ഒരു ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ.